പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് സക്കറിയ പ്രവാചകൻ്റെ പുസ്തകം 9 അധ്യായം അതിൻ്റെ 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിനു ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും. ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല. എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട്. സിയോൺ പുത്രി, അതിയായി ആനന്ദിക്കുക. ജെറുസലേം പുത്രി, ആർപ്പ് വിളിക്കുക. ഇതാ നിൻ്റെ രാജാവ് നിൻ്റെ അടുക്കിലേക്ക് വരുന്നു. അവൻ പ്രതാപവാനും ജയശാലിയുമാണ്. അവൻ വിനയാനതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. ഞാൻ എബ്രാമിൽ നിന്നും രഥത്തെയും ജെറുസലേമിൽ നിന്നും പടക്കുതിരയും വിച്ഛേദിക്കും. പടവില്ല് ഞാൻ ഒടിക്കും. അവൻ ജനതകൾക്ക് സമാധാനമരുളും. അവൻ്റെ ആധിപത്യം സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റം വരെയും ആയിരിക്കും. നീയുമായുള്ള എൻ്റെ ഉടമ്പടിയുടെ രക്തം നിമിത്തം പ്രവാസികളെ ഞാൻ ജലരഹിതമായ കുഴിയിൽ നിന്നും സ്വതന്ത്രരാക്കും. പ്രത്യാശയുടെ തടവുകാരെ, നിങ്ങളുടെ രക്ഷാദുർഗത്തിലേക്ക് മടങ്ങിപ്പോകുവിൻ. നിങ്ങൾക്കിരട്ടി മടക്കി തരുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. കർത്താവിൻ്റെ വചനം. ഹല്ലേലൂയ. സർവശക്തനും നീതിമാനുമായ സ്വർഗീയ പിതാവ് ഈ വചനത്താൽ നമ്മെ എല്ലാവരെയും ശുദ്ധീകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ സ്വർഗീയ പിതാവ്, അതായത് രാജാതിരാജൻ, വരാനിരിക്കുന്ന മഹാശക്തൻ, അദ്ദേഹം വരിക തന്നെ ചെയ്യും. വീണ്ടും വരുന്ന ആ സ്വർഗീയ പിതാവിനെ കാത്തിരിക്കുന്ന നമുക്ക് സ്വർഗത്തിലെ പിതാവ് തരുന്ന എല്ലാ നന്മകളും കൊണ്ട് നമുക്ക് നിറയാം. ഈ വചനം കേട്ട് നമ്മളുടെ ഹൃദയത്തെ, നമ്മളിലുള്ള നമ്മുടെ ഭവനത്തിലുള്ള എല്ലാ അന്ധകാര ശക്തികളെ നിർവീര്യമാക്കുവാൻ കഴിവുള്ള സ്വർഗീയ പിതാവിൻ്റെ വചനമാണിത്. ഈ വചനം നമ്മുടെ ഭവനത്തെ, നമ്മളിലെ ഓരോ വ്യക്തികളെയും ശുദ്ധീകരിക്കട്ടെ. ആത്മാവിൻ്റെ നിറവ് കൊണ്ട് നമ്മളെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ വാത്സല്യ കരം പിടിക്കുന്ന ഓരോ വ്യക്തികളോടും കർത്താവ് തരുന്ന നന്മകൾ പ്രഘോഷിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മടി കൂടാതെ ദൈവസന്നിധിയിലായിരിക്കണം. ഹല്ലേലൂയ. രാജാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മൾ ഒരിക്കലും ഭയപ്പെടരുത്. ഹല്ലേലൂയ. അങ്ങനെ നമ്മളുടെ ദൈവം നമുക്കായി വഴി തുറക്കും. ഹല്ലേലൂയ. യേശുവിൻ്റെ കണ്ണ് എപ്പോഴും നമ്മളുടെ മേലുണ്ടായിരിക്കും. നമ്മൾ അതിയായി സന്തോഷിക്കണം, ദൈവത്തിൽ ആനന്ദിക്കണം. അങ്ങനെ ദൈവത്തിൻ്റെ മക്കളായി നമുക്ക് മുന്നേറണം. ഹല്ലേലൂയ. ദൈവം തരുന്ന എല്ലാ നന്മകളും മറ്റുള്ളവർക്കായി വിതരണം ചെയ്തുകൊണ്ട് നമ്മൾ ജീവിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ആരെയും ഭയപ്പെടേണ്ട. നമ്മുടെ ദൈവം ഭയക്കുന്നവനല്ല, ഭയപ്പെടുത്തുന്നവനാണ്. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളിതൊന്നും കണ്ട് നിങ്ങൾ ഭയപ്പെടാൻ പോകണ്ട. നിങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായി മുറുകെ പിടിച്ചുകൊള്ളുക. ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. ഈ വചനം കേൾക്കുന്ന ഓരോ കുടുംബങ്ങളെയും ശക്തിപ്പെടുത്തട്ടെ, അനുഗ്രഹിക്കട്ടെ, കൃപയാൽ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകം മുഴുവനും കർത്താവിൻ്റെ കരങ്ങളിലാണ്. ലോകം മുഴുവനിലുമുള്ള എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ച സൃഷ്ടികർത്താവ്, ഇന്നെല്ലാവരെയും പരിപാലിക്കുന്ന ദൈവം, ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായി നമുക്ക് എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇപ്പോൾ പ്രാർത്ഥന ആവശ്യമുള്ള എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പിക്കുന്നു. അവരെ എല്ലാം അനുഗ്രഹിക്കണമേ. ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ. ജയശാലിയായി ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ ഇരിക്കുവാൻ, ഞങ്ങൾ ജയാളിയായി അങ്ങയുടെ മുമ്പിൽ വാഴുവാൻ കർത്താവ് സഹായിക്കണം, അനുഗ്രഹിക്കണം, വിശുദ്ധീകരിക്കണം. കർത്താവേ, ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ കൃപയിൽ നിറയ്ക്കണമേ. ആത്മാവിൽ പൊതിയണമേ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ഓരോ വ്യക്തി ജീവിതങ്ങളെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ,
ഉന്നതത്തിൽ നിന്ന് ശക്തി കിട്ടാതെ ആർക്കും ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. ആയതിനാൽ ഓരോ വ്യക്തി ജീവിതങ്ങളെയും ശക്തിപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ വാത്സല്യക്കരം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോടൊപ്പം എൻ്റെയും എൻ്റെ കുടുംബത്തോടൊപ്പം ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേൻ. സർവശക്തനായ കർത്താവ് സ്വർഗീയ പിതാവ് നിങ്ങളെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.